ഇന്നലെ ഹയഗ്രീവ അവതാരത്തെ കുറിച്ചൊക്കെ ബ്രഹ്മാവിനോട് വിഷ്ണു പറയണത് നാരദൻ വ്യാസന് കഥ പറഞ്ഞു കൊടുക്കേണ്ടായി. ആ കഥ സൂതൻ ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടായി. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കാൻ പോണത് ആ ഹയഗ്രീവ അവതാരത്തെ കുറിച്ചാണ്. ഋഷിമാര് അത്ഭുതത്തോടു കൂടി ചോദിച്ചുത്രേ, അങ്ങ് എന്താണ് പറയണത്? സാക്ഷാൽ ഭഗവാൻ ശ്രീഹരിയുടെ തല തെറിച്ചു പോയിന്നോ? അതിന് പകരം ഒരു കുതിരയുടെ തല വെച്ചുന്നോ? നമ്മള് മനുഷ്യർക്കും മുനിമാർക്കും ഒക്കെ ആശ്രയായിട്ടിരിക്കുന്ന ശ്രീഹരിക്ക് ഭാഗ്യക്കേടുണ്ടായിന്നോ? ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് ആകെ സംശയങ്ങളാണല്ലോ സൂതമുനി. അതുകൊണ്ട് എല്ലാം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലാന്ന് ഋഷിമാര് പറയാണ് സൂതമുനിയോട്. ഇത് കേട്ടതും സൂതൻ പറയാണ്, ഭഗവാൻ ശ്രീഹരി 10,000 ആണ്ട് യുദ്ധം ചെയ്ത് ക്ഷീണിതനായിട്ട് തളർന്നു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനിട്ട വില്ലില് അദ്ദേഹം തലയും താങ്ങി കാൽവിരൽ തുമ്പിൽ തന്റെ ഭാരം വെച്ച് ഭഗവാൻ അങ്ങനെ നിന്നുറങ്ങി പോവാണ്, വില്ലില് ചാരി നിന്നിട്ട്. അങ്ങനെ കാലം കുറെ കടന്നു പോയത്രേ. ക്ഷീണം കാരണം ഭഗവാൻ നല്ല ഉറക്കത്തിലുമാണ്. രുദ്രാദികള് ഒരു യാഗം നടത്താനായിട്ട് ബ്രഹ്മാവുമൊത്ത് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഭഗവാനെ കാണാനില്ല. ഭഗവാന്റെ ആ ഒരു സന്നിധിയിൽ എത്തിയിട്ടുള്ള ബ്രഹ്മാവും രുദ്രനും ഇന്ദ്രനും എല്ലാവരും കൂടി വിഷ്ണുവിനെ ഉണർത്താനായിട്ട് മാർഗം എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഉറങ്ങുന്ന ഒരാളുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുക എന്ന് പറയുന്നത് അത് ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ യാഗാണെങ്കിൽ നടത്തുകയും വേണം. അപ്പൊ എന്ത് ചെയ്തു? ബ്രഹ്മാവ് വിചാരിച്ചു ഇപ്പൊ ഒരു കാര്യം ശരിയാക്കി തരാം എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവ് വേഗം തന്നെ ചിതലുണ്ടല്ലോ, ചിതലിനെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞൊരു കാര്യം ചെയ്യ ചിതലേ, ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്, നിനക്കിങ്ങനെ അരിക്കാനുള്ള ഗുണമൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നീ പോയിട്ട് ആ വില്ലിന്റെ അറ്റങ്ങട് അരിച്ചോ. അപ്പൊ എന്തുണ്ടാവും? വില്ലൊന്ന് നിവരും. ആ വില്ല് നിവരണ സമയത്ത് വില്ലുമ്മ തലവെച്ചിരിക്കണ ഭഗവാൻ തന്റെ കാലില് എല്ലാ ഭാരവും കൊടുത്തുകൊണ്ട് പിന്നെ നിന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ പെട്ടെന്ന് തന്നെ ആ വില്ല് നിവരുമ്പോ എണീറ്റോളും, നീ അത് പോയി ചെയ്യ് എന്ന് പറയാണ് ചിതലിന്റെ അടുത്ത്. അപ്പൊ ഇത് കേട്ട ചിതല് പറയും, നിദ്രാഭംഗം, കഥാഭംഗം, ദമ്പതി പ്രീതിഭേദം, അമ്മയിൽ നിന്നും കുട്ടിയെ അകറ്റൽ എന്നിവയൊക്കെ മഹാപാപല്ലേ ബ്രഹ്മാവേ? പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യാ ചോദിക്കുകയാണ്. ബ്രഹ്മാവ് പറയാണ്, നിനക്കും യജ്ഞത്തിന്റെ ഭാഗമാകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യജ്ഞഹൂതിയിൽ വീഴുന്ന ഹവിസിന്റെ പൊട്ടും പൊടിയും എല്ലാം യജ്ഞകുണ്ടത്തിന്റെ ചുറ്റും ചിതറി വീഴുമല്ലോ, അവയൊക്കെ നിനക്ക് തരാട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നീ പോയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യൂ എന്ന് പറയാണ് ബ്രഹ്മാവ് ചിതലിന്റെ അടുത്ത്. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിതൽ ആ വില്ലിന്റെ ഞാണറ്റം കറലാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ ഭീകരമായിട്ടുള്ള ഒരു ശബ്ദത്തോട് കൂടിയിട്ട് ഞാണങ്ങ് മുറിഞ്ഞു. ഞാണിന്റെ താഴ്ഭാഗം മുറിഞ്ഞപ്പോൾ വില്ലിന്റെ മേൽത്തല പെട്ടെന്ന് തെറിച്ചുയരുകയാണ് ഉണ്ടായത്. അതിൽ ചാരി വിശ്രമിച്ചിരുന്ന ശ്രീഹരിയുടെ തല കിരീടത്തോടെ ദൂരെ തെറിച്ചു വീഴുകയും ചെയ്തു. ബ്രഹ്മാണ്ട ആകെ കുലുങ്ങാൻ തുടങ്ങി. എല്ലാവരും ഭയചകിതരായിട്ട് മാറി. കൊടുങ്കാറ്റ് വീശുന്നു, സമുദ്രം ഇളകി മറിയണു, ആകാശത്ത് കൊള്ളിമീൻ വീശുന്നു, സൂര്യൻ ഇരുളിൽ ഒളിക്കുന്നു, ദിക്കുകള് കാണാതായി. അന്ധകാരം ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴ ഭഗവാൻ തലയറ്റ് നിലത്തു പതിച്ചതായിട്ട് പരമശിവൻ കാണുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും വളരെയധികം ദുഃഖം തോന്നുകയാണ്. പരമപുരുഷനായിട്ടുള്ള അങ്ങയെ മുറിക്കാനോ ഉടയ്ക്കാനോ എരിക്കാനോ ആവില്ല. എന്നിട്ട് നോക്കുമ്പോ തല മാത്രം കാണാനില്ല. തല എങ്ങോട്ടോ തെറിച്ചു പോയിരിക്കണു. നിന്റെ ഗതി ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ ഗതി എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതിയല്ലോ എന്ന് പറയാണ്. ഇതിലിപ്പോ രാക്ഷസന്മാരെ കുറ്റം പറയാനും പറ്റില്ല. എല്ലാം ആകാശവാസികളായിട്ടുള്ള ദേവന്മാരുടെ പണിയുമാണ്. അവർക്കുള്ള ഏകാശ്രയം അവർ തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് നമ്മുടെ സുരാചാര്യൻ ആ അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇനി വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല ദേവന്മാരെ. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് അങ്ങോട്ട് ആലോചിക്കാം. ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, വിഷ്ണു ശിരസ് ദേവന്മാരൊക്കെ നോക്കി നിൽക്കുകയാണ് തെറിച്ചു പോയത്. എന്നാലും എല്ലാത്തിനും മീതെ ദൈവം തന്നെയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, അതാത് കാലത്തുണ്ടായ നന്മയും തിന്മയും ദൈവഹിതം എന്നോർത്ത് നേരിടുകയാണല്ലോ വേണ്ടത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അദ്ദേഹം ഉണ്ടെങ്കിൽ സുഖദുഃഖങ്ങൾ നിശ്ചയം. പരമശിവൻ പണ്ടൊരിക്കൽ എൻ്റെ ശിരസും അറുത്തെടുത്തിരുന്നല്ലോ. ശിവന്റെ ലിംഗം മഹർഷിമാരുടെ ശാപത്തിൽ ഒരിക്കൽ താഴെ വീഴുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് ഈ വിഷ്ണുവിന്റെ ശിരസ് തെറിച്ചതും. ഇന്ദ്രനാണെങ്കിൽ 1000 യോനികൾ തന്നിൽ കൊണ്ടു നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്.
സ്വർഗഭ്രംശനായിട്ട് താമരയുടെ ഉള്ളിൽ ഒളിച്ച് താമസിക്കേണ്ട ഗതി അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ദുഃഖം അനുഭവിക്കാത്തതായിട്ട് ആരും ഇല്ല ഈ ലോകത്തില്. അതുകൊണ്ട് തന്നെ ശോകം വെടിയുന്നതാണ് നമുക്കൊക്കെ നല്ലത്. അതിനായിട്ട് നമുക്ക് മഹാമായയായ പരാശക്തിയെ ഒന്ന് ധ്യാനിക്കാം. 3 ലോകങ്ങളിലും സകല ചരാചരങ്ങളിലും നിറഞ്ഞു വിളങ്ങുന്ന ബ്രഹ്മവിദ്യ തന്നെയാണ് ജഗത്തിനെ നയിക്കുന്ന ആ അമ്മ എന്ന് ബ്രഹ്മദേവൻ പറയാണ്. സൂതമുനി എന്നിട്ട് തന്റെ ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കാണ്. ഉടലാർന്നു നിൽക്കുന്ന വേദങ്ങളോട് പത്മസംഭവനായ ബ്രഹ്മാവ് പറഞ്ഞുത്രേ, നിങ്ങൾ ബ്രഹ്മവിദ്യാ സ്വരൂപിണിയായ മഹാമായയെ പ്രകീർത്തിക്കുക. സനാതനയും ജ്ഞാനാഭിഗമ്യയും ശ്രേഷ്ഠയുമായ ദേവിയെ വേദങ്ങൾ ഇങ്ങനെ സ്തുതിച്ചു. നിർഗുണയും ഭുവനേശ്വരിയും ജഗതുൽപത്തിക്ക് നിധാനവുമായ ദേവി ഗായത്രി, ഞങ്ങൾ അവിടുത്തെ കൈകൂപ്പി തൊഴുന്നു. സകല ജീവികൾക്കും ആരാധ്യമായ അവളുടെ ബുദ്ധി, ശ്രദ്ധ, സ്മൃതി എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും ശാന്തിയും കാന്തിയുമായ അമ്മേ നമസ്കാരം. അവിടുന്നാണ് ഗീതകളിലെ അർദ്ധമാത്ര. നീ ഗായത്രിയും വ്യാകരണവുമാണ്, ജയയും വിജയയുമാണ്. 3 ലോകങ്ങളും ചമയ്ക്കുന്നതിൽ നിപുണയായുള്ള സർവചരാചര മാതാവായ അവിടുത്തെ പാദയുഗളങ്ങളിൽ ഞങ്ങൾ പ്രണമിക്കുന്നു. സകല ലോകത്തിനും ഹിതകാരിണിയും വിദ്യാസ്വരൂപിണിയും മംഗളകാരിണിയും വാഗ്ബീജസ്ഥിതിയും ഭവരോഗത്തെ ഇല്ലാതാക്കുന്നവളുമായ അമ്മേ നിനക്ക് നമസ്കാരം. വിഷ്ണു, രുദ്രൻ, വിധി, അഗ്നി, സൂര്യൻ എന്നു വേണ്ട എല്ലാറ്റിനെയും നീയാണ് സൃഷ്ടിച്ചത്. അതിനാൽ തന്നെ അവരെക്കാൾ ഏറെ വൈശിഷ്ട്യം നിനക്കുണ്ട്. ഭുവന നിർമ്മിതിക്കായി സംസാരലേശമില്ലാതെ അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ അക്കാര്യങ്ങളുടെ നടത്തിപ്പിനായിട്ട് അവിടുന്ന് തന്നെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ സൃഷ്ടിക്കുന്നു. അവരെ കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കുന്നു. ലോകത്തിലെ ഒരാൾക്ക് പോലും അവിടുത്തെ മഹിമ പൂർണ്ണമായി അറിയാനാവില്ല. അവിടുത്തെ നാമങ്ങൾ എണ്ണാൻ ആർക്കും പറ്റില്ല. ചെറിയൊരു തോട് കിടക്കാൻ അറിയാത്ത മനുഷ്യൻ കടൽ താണ്ടാൻ എങ്ങനെയാണ് കഴിയുക ദേവി? വേദവാക്യങ്ങളിൽ പ്രകീർത്തിച്ചതുപോലെ ഈ മിഥ്യാപ്രപഞ്ചത്തെ ഒറ്റയ്ക്ക് നിർമ്മിച്ച് സംരക്ഷിക്കുന്ന അമ്മയുടെ അനന്തശക്തിയെ വർണ്ണിക്കാൻ ആർക്കാണ് കഴിയുക? സകല ജഗത്തിനും കാരണമായ അവിടുത്തെ ചരിതം എത്ര വിസ്മയകരാണ്. അവിടുത്തെ പ്രഭാവത്തെ അറിയുക എന്നത് വേദങ്ങൾക്ക് പോലും അപ്രാപ്യമാണെന്നും അറിയാം. അവിടുത്തെ പരമപ്രഭയെക്കുറിച്ച് അവിടത്തേക്ക് പോലും അറിയുമോ എന്ന് സംശയമാണ് ദേവി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക? ഭഗവാൻ ശ്രീഹരിയുടെ ശിരസറ്റ് പോയ കഥ അവിടുന്ന് അറിഞ്ഞില്ല എന്ന് വരുമോ? അതോ അവിടുന്ന് നമ്മെ പരീക്ഷിക്കുകയാണോ ദേവി? ഹരിക്ക് ഇത്തരം ഒരു ദുരിതം ഏർപ്പെടാൻ കാരണം എന്താണ്? അവിടുത്തെ പാദങ്ങളുടെ പുകൾ പാടുന്നവർക്ക് എങ്ങനെയാണ് ദുരിത സഞ്ചയം അനുഭവിക്കേണ്ടി വരുന്നത്? ദേവകാര്യം നടത്താൻ അമാന്തമരുതേ. വിഷ്ണുവിനായുള്ള തല എവിടെ നിന്ന് ലഭിക്കുമെന്ന് അരുളിയാലും ദേവന്മാർ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം അവിടുന്ന് ശ്രീഹരിയുടെ മേൽ ചാർത്തിക്കൊടുത്തതാണോ? അതോ ശ്രീഹരിയുടെ കോപത്തെ ശമിപ്പിക്കാൻ അവിടുന്ന് ചെയ്യുന്ന കളികളാണോ ഇത്? അതോ ദൈത്യന്മാർ അവിടുന്ന് പ്രസാദിപ്പിച്ചു നേടിയ വരങ്ങളാണോ? ശിരസില്ലാത്ത ഹരിയുടെ ഉടൽ കാണുന്നത് അവിടത്തേക്ക് ഒരു നേരം പോക്കാണോ? അവിടുത്തെ അംശജമായ ലക്ഷ്മി ദേവിയുടെ വൈധവ്യം അവസാനിപ്പിച്ചാലും ജീവൻ നൽകുന്ന അമൃത് പോലെ അവിടുന്നല്ലേ ലോകത്തിന് ഉയിര് നൽകണത് എന്ന് ദേവന്മാര് ഭഗവതിയെ പ്രകീർത്തിക്കുകയാണ്. സൂതൻ തുടർന്ന് പറയാണ്, ഈ ദേവപ്രകീർത്തനമൊക്കെ കേട്ട് സംപ്രീതയായിട്ടുള്ള ദേവി ആകാശത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ അരുൾ ചെയ്യാണ്, ഞാൻ സംപ്രീതയായിരിക്കണു, അതിൽ ആർക്കും സംശയം വേണ്ട. ഈ ദേവസ്തുതികൾ ആര് ചൊല്ലിയാലും പഠിച്ചാലും അവന്റെ എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാക്കും. വേദതുല്യമാണ് ഈ സ്തുതികൾ. ഇത് കേൾക്കുന്നവൻ ദുഃഖങ്ങളെല്ലാം തീർന്ന് സൗഖ്യത്തെ പ്രാപിക്കുകയും ചെയ്യും. ഇനി ശ്രീഹരിയുടെ തലയറ്റു പോകാനുള്ള കാരണം പറയാം. ലോകത്ത് കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടാകില്ലല്ലോ. അപ്പോ ഒരിക്കല് ഭഗവാൻ ഹരി തന്റെ അടുത്തിരിക്കുന്ന മഹാലക്ഷ്മിയോട് ലക്ഷ്മി ദേവിയുടെ രമ്യമുഖം നോക്കി പുഞ്ചിരി തൂക്കി. എന്തിനാണ് ഇപ്പോൾ ഭഗവാൻ എന്നെ നോക്കി ചിരിച്ചത്? തന്റെ മുഖത്ത് വല്ല വൈരൂപ്യവും വന്നു പെട്ടിട്ടുണ്ടാവുമോ എന്ന് ദേവി ഭയപ്പെടാൻ തുടങ്ങി. അല്ലെങ്കിലും മറ്റൊരു സുന്ദരിയെ കൂടി ഭഗവാൻ സ്വപത്നിയാക്കി കാണും എന്നുള്ളൊരു ഭയമുണ്ട്. ഇങ്ങനെ ചിന്തിച്ചിരിക്കെ ദേവി പെട്ടെന്ന് തമോരൂപിയായിട്ട് മാറുകയാണ്. ഏതോ ദൈവകാര്യം സാധിക്കാനാവണം ഈ തമോഭാവം ദേവി മുഖത്തുണ്ടായത്.
നിന്റെ തല വീണു പോകട്ടെ എന്ന് ദേവിയുടെ വായിൽ നിന്നും ശാപവാക്കുകൾ പുറത്തു വന്നുത്രേ. അറിയാതെയാണെങ്കിലും സ്വന്തം സുഖത്തെ തന്നെയാണ് ദേവി നശിപ്പിച്ചത്. അസത്യം, സാഹസം, കള്ളം, മൂഢത്വം, ലോഭം, അശുദ്ധി, നിർദയത്വം എന്നിവ സ്ത്രീകളിൽ സഹജാത്രേ. അപ്പോ അങ്ങനെ ആയതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ ശാപഫലത്താലാണ് ഇപ്പോഴും ആ ശിരസ് ഉപ്പുകടലിൽ പൂണ്ട് കിടക്കുകയാണ്. സാരില്ല, ഭഗവാന്റെ തല ഞാൻ വീണ്ടെടുക്കാം എന്ന് പറയുകയാണ് ദേവി. ദേവന്മാരെ, ഇതിന്റെ പിറകിൽ മറ്റൊരു കാരണവും കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരമായുള്ള കാര്യമാണ്. ഹയഗ്രീവൻ എന്നൊരു ദാനവൻ സരസ്വതീ തീരത്ത് ഉഗ്ര തപസ് അനുഷ്ഠിക്കുന്നു. എന്റെ ഏകാക്ഷര മന്ത്രം ജപിച്ച് ആഹാരം പോലും ഉപേക്ഷിച്ച് 1000 കൊല്ലം അവൻ തപസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവൻ ആഗ്രഹിച്ച വിധം താമസരൂപിയായ സിംഹവാസിനിയായ ഞാൻ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രദക്ഷിണവും നമസ്കാരവും ചെയ്ത് വിടർന്ന കണ്ണുകളോടെ ദൈത്യൻ ഇങ്ങനെ സ്തുതിച്ചു. ഹയഗ്രീവൻ പറയാണ്, മംഗളകാരിണിയും സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയുമായ അമ്മേ, അവിടുന്നാണ് പഞ്ചഭൂതോത്പത്തിക്ക് പോലും കാരണം. പഞ്ചതന്മാത്രകളായ ഗന്ധ, രസ, രൂപ, സ്പർശ, ശബ്ദങ്ങൾക്കും കാരണം മറ്റൊരാളുമല്ലല്ലോ. അങ്ങനെ സർവപ്രഭാവങ്ങളും നിറഞ്ഞ അമ്മേ, മരണമില്ലാത്ത യോഗിയാക്കാൻ എനിക്ക് വരം നൽകണം. സുരാസുരന്മാരെ എനിക്ക് എപ്പോഴും വിജയിക്കുകയും വേണം. ശ്രീദേവി പറഞ്ഞു, ജനിച്ചാൽ മരണം ഉറപ്പാണ്, അതിനെ മാറ്റുണ്ടാക്കാൻ പറ്റില്ല, അതിനാല് മറ്റു വരങ്ങൾ ആവശ്യപ്പെട്ടോളൂ. അപ്പൊ ഹയഗ്രീവൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഹയഗ്രീവനിൽ നിന്നല്ലാതെ മറ്റൊരുവനിൽ നിന്നും എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല. കുതിരയുടെ തലയും മനുഷ്യന്റെ ശരീരമുള്ള ഒരു ജീവി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരാൾ തന്നെ കൊല്ലാൻ വരില്ല എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് ഉറപ്പായി. ദേവി പറഞ്ഞു, തഥാസ്തു, ഹയഗ്രീവനില്ലാതെ ആരും നിന്നെ വധിക്കില്ല. പോയി രാജ്യം വാരം തുടർന്നാലും എന്ന് ദേവി പറയാണ്. അങ്ങനെ അവൻ സ്വരാജ്യത്തേക്ക് പോയി വേദങ്ങളെയും ഋഷിമാരെയും ദ്രോഹിച്ച് അങ്ങനെ കഴിയാണ്. അങ്ങനെ കൊല്ലാൻ ആരുമില്ലാത്തവനും അതിനാൽ ഒരു ഹയന്റെ, അതായത് കുതിരയുടെ തലയെടുത്ത് വിഷ്ണു ശരീരത്തോട് ചേർത്താലും എന്ന് ദേവി പറയാണ്. അങ്ങനെ ഹയഗ്രീവനായ വിഷ്ണു ഭഗവാൻ ആ പാപിയെ കൊന്നുകളയട്ടെ എന്ന് ഭഗവതി പറഞ്ഞു. ബുധൻ പറയാണ്, ജഗജനനിയുടെ ആ ഒരു ആകാശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു അശരീരി ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോ ദേവന്മാര് സന്തുഷ്ടരായത്രേ. അത് ബ്രഹ്മാവിനോട് ഒരു കുതിരയുടെ തല വിഷ്ണുവിന്റെ ഉടലിനോട് ചേർക്കാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ വിരിഞ്ചൻ ഒരു കുതിരയുടെ ശിരസറുത്ത് വിഷ്ണുവിന്റെ കബണ്ഡത്തിൽ ഒട്ടിച്ചു ചേർത്തു. മഹാമായയുടെ പ്രസാദത്താൽ ഭഗവാൻ ഹരി അങ്ങനെ ഹയഗ്രീവനായി എന്നാണ് പറയുന്നത്. ഗർവിഷ്ഠനായ ദാനവനെ ഭഗവാൻ രണത്തിൽ തോൽപ്പിച്ച് വധിക്കുകയും ചെയ്തു. ഈ ശുഭകഥ കേൾക്കുന്നവർക്കെല്ലാം ദുഃഖനിവൃത്തി ഉണ്ടാകും എന്നാണ് ഫലപ്രാപ്തി. പാപനിവാരകമായിട്ടുള്ള ശ്രീദേവി ചരിതം കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഐശ്വര്യ സമ്പത്തുകൾ താനെ വന്നു ചേരുമെന്നും ഫലസ്തുതി പറയുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഹയഗ്രീവ അവതാരത്തിന്റെ കഥ പറയണത്. അടുത്ത ദിവസം നമ്മുടെ മധുകൈടഭന്മാരുടെ കഥയാണ് പറയാൻ പോണത് കേട്ടോ. എല്ലാം ശ്രീ ലളിതാംബികയുടെ തൃക്കാൽക്കല് സമർപ്പിക്കുകയാണ്. എല്ലാം മഹേശ്വരന്റെയും ശ്രീ പൊന്നു ഗുരുവായൂരപ്പന്റെയും തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.